നമസ്കരിക്കാനോ? പുതിയ ബുക്കിൽ 1115 പേജ് എടുക്കും കേട്ടോ. പുതിയ ബുക്കിൽ പഴയത് വ്യത്യാസമുണ്ടോ? ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നിറയെ അതിഥികളാണെന്ന്, അതാണ് വൈകിയത് കേട്ടോ. തൃശ്ശൂര് വരന്തരപ്പള്ളി അല്ലേ? ആ, ആമ്പല്ലൂരിനടുത്ത്, പുതുക്കാട് ആമ്പല്ലൂരിൻ്റെ അടുത്ത് വരന്തരപ്പള്ളി എന്ന് പറഞ്ഞ ദേശത്തുനിന്ന് കുറേ അമ്മമാർ വന്നിട്ടുണ്ട്. പാലക്കാട് കൊടുവായിൽ നിന്നും 2 അമ്മമാരും ഉണ്ട്. വരുന്ന മെയ് 4-ാം തീയതി അവിടെ ഒരു പ്രോഗ്രാമിന് നാരായണീയ സമ്പൂർണ്ണ പാരായണം അവർ പല വേദികളിൽ നടത്തി 100-ാമത്തെ വേദിയിൽ ഗംഭീരമായിട്ട് നടത്തുന്നതിൻ്റെ ഒരു അവസാന സമാപന സമ്മേളനത്തിൽ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. അവർ ഊണൊക്കെ കഴിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അപ്പം അവരൊക്കെ പോകുന്നത് നമ്മുടെ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആരംഭിക്കാം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സകാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദം തമോന്തം
സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവതജ്ഞാന ഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവതജ്ഞാന ഗംഗ ദശമസ്കന്ധം 38-ാം അധ്യായം. 9 30. സോറി 39 തന്നെ. 39 മാറിപ്പോയതാണ്. 39 1119 പേജ് കേട്ടോ. പുതിയ പേജിൽ എനിക്ക് ശ്രദ്ധ മാറിപ്പോയത്. 1119 പേജിലെ ഗോപ്യ ഊജു മുതല അവിടെ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അധ്യായത്തിന്റെ ആരംഭത്തിൽ നിന്ന് വായിക്കുന്നില്ല കേട്ടോ. 39-ാം അധ്യായം പകുതി ഇന്ന് 19-ാം ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. അപ്പൊ നമുക്ക് ദശമസ്കന്ധത്തിലെ 39-ാം അധ്യായം അക്രൂര പ്രതിയാനം എന്നുള്ള ഭാഗമാണ് നമ്മൾ കാണേണ്ടത്. അതെ, 40-ാം ശ്ലോകം വരെ അർത്ഥം പറഞ്ഞതാണ്. എങ്കിലും ഒരു പ്രാവശ്യം വായിച്ച് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് 41-ാം ശ്ലോകത്തിലേക്ക് കിടക്കും. അപ്പോൾ എന്തുകൊണ്ട് 19-ാം ശ്ലോകം മുതൽക്ക് വായിക്കുന്നു എന്ന് വെച്ചാൽ ആ ഗോപികമാരുടെ വിലാപം അത് നമ്മുടെ എന്താ പറയുക, ഹൃദയത്തെ സ്പർശിക്കട്ടെ, വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തെ ഭക്തി കൊണ്ട് ശുദ്ധമാക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ്
അവിടുന്ന് തൊട്ട് വായിക്കുന്നത്. നമുക്ക് വായിച്ചിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ഏകോനത്രിംശത്തമോऽധ്യായഃ. ഗോപ്യ ഊജുഃ. അഹോ വിദാതസ്തവ ന ക്വചിദ്ദയാ സംയോജ്യ മൈത്ര്യാ പ്രണയേന ദേഹിനഃ താംശ്ചാകൃതാർത്ഥാൻ വിയുനങ്ക്ഷ്യ പാർത്ഥകം വിക്രീഡിതം തേർഭഗചേഷ്ടിതം യഥാ യസ്ത്വം പ്രദർശ്യാസിത കുന്ദളാവൃതം മുകുന്ദവക്ത്രം സുകപോലമുന്നസം ശോകാപനോദസ്മിതലേശസുന്ദരം കരോഷി പാരോക്ഷ്യമസാധു തേ കൃതം ക്രൂരസ്ത്വമക്രൂരസമാഖ്യയാസ്മനഃ ചക്ഷുർഹി ദത്തം ഹരസേ ബദാജ്ഞവത് യേനൈകദേശേ അഖില സർഗസൗഷ്ഠവം ത്വദീയമദ്രാക്ഷ്മ വയം മധുദ്ദിശഃ നന്ദസൂനുഃ ക്ഷണഭംഗസൗഹൃദഃ സമീക്ഷതേനഃ സ്വകൃതാതുരാപദ വിഹായ ഗേഹാൻ സ്വജനാൻ സുതാൻ പതീൻ തദ്ദാസ്യമദ്ദോപഗതാനവപ്രിയഃ സുഖം പ്രഭാതാരജനീയമാശിഷഃ സത്യ ബഭൂവുഃ പുരയോഷിതാം ധ്രുവം യാ സംപ്രവിഷ്ടസ്യ മുഖം വ്രജസ്പതേഃ പാസ്യന്ത്യപാങ്കോത്കലിതസ്മിതാസവം താസാം മുകുന്ദോ മധുമഞ്ജുഭാഷിതൈഃ ഗൃഹീതചിത്തഃ പരവാൻ മനസ്വ്യഭി കഥം പുനർനഃ പ്രതിയാസ്യതേ അബലാ ഗ്രാമ്യാസലജ്ജസ്മിത വിഭ്രമൈർഭ്രമൻ അദ്യ ധ്രുവം തത്ര ദൃശോ ഭവിഷ്യത്തെ ദാശാർഹ ഭോജാന്തക വൃഷ്ണിസാത്വതാം മഹോത്സവ ശ്രീരമണം ഗുണാസ്പദം ദ്രക്ഷ്യന്തി യേ ചാധ്വനി ദേവകീസുതം മൈതദ്വിദസ്യാകരുണസ്യ നാമഭൂത അക്രൂര ഇത്യേതദീവ ദാരുണഃ യോ സാവനാശ്വാസ്യ സുദുഃഖിതം ജനം പ്രിയാത് പ്രിയം നേഷ്യതി പാരമദ്വനഃ അനാർദ്രധീരേഷ സമാസ്ഥിതോ രഥം തമന്വമീചത്വരയന്തി ദുർമദാഃ ഗോപാ അനോഭിസ്തവിരൈരുപേക്ഷിതം ദൈവം ച നോദ്യ പ്രതികൂലമീഹതേ നിവാരയാമഃ സമുപേത്യ മാധവം കിം നോ കരിഷ്യൻ കുലവൃദ്ധബാന്ധവാഃ മുകുന്ദസംഘാ നിമിഷാർദ്ധദുസ്ത്യജാത് ദൈവേന വിധ്വംസിത ദീനചേതസാം യസ്യാനുരാഗലളിതസ്മിതവൽഗുമന്ത്രലീലാവലോക പരിരംഭണരാസഗോഷ്ഠ്യാം നീതാസ്മനഃ ക്ഷണമിവ ക്ഷണദാവിനാഥം ഗോപ്യഃ കഥം അതിതരേമ തമോ ദുരന്തം യോഹ്നഃ ക്ഷയേ വ്രജമനന്ദസഗഃ പരീതോ ഗോപൈർവിശൻ ഖുരരജശ്ചുരിതാളകസ്രക വേണും ക്വണൻ സ്മിതകടാക്ഷ നിരീക്ഷണേന ചിത്തം ക്ഷീണോത്യമുമൃതേനു കഥം ഭവേമ. ശ്രീശുക ഉവാച ഏവം ബ്രുവാണാ വിരഹാതുരാഭൃശം വ്രജസ്ത്രിയ കൃഷ്ണവിഷക്തമാനസാഃ വിസൃജ്യ ലജ്ജാമൃരുദുസ്മ സുസ്വരം ഗോവിന്ദ ദാമോദര മാധവേദി. സ്ത്രീണാമേവം രുദന്തീനാം ഉദിതേ സവിതര്യത അക്രൂരശ്ചോദയാമാസ കൃതമൈത്രാദിഘോരദം ഗോപാസ്തമന്വസജ്ജന്ത നന്ദാദ്യാശകണൈസ്തതഃ ആദായോപായനം ഭൂരി കുംഭാൻ ഘോരസസംഭൃതാൻ ഗോപ്യശ്ച ദയിതം കൃഷ്ണമനുവൃജ്യാനുരഞ്ജിതാഃ പ്രത്യാദേശം ഭഗവതഃ കാംക്ഷന്ത്യശ്ചാവതസ്ഥിരേ താസ്തദാ തപ്യദീർവീക്ഷ്യ സ്വപ്രസ്ഥാനേന യദുത്തമഃ സാന്ത്വയാമാസ സപ്രേമൈഃ ആയാസ്യ ഇതി ദൗത്യകൈഃ യാവദാലക്ഷ്യത്തെ കേതുഃ യാവദ് രേണൂരഥസ്യ ച അനുപ്രസ്ഥാപിതാത്മാനോ ലേഖ്യാനീവോപലക്ഷിതാഃ താ നിരാശാ നിവവൃതുഃ ഗോവിന്ദ വിനിവർത്തനെ വിശോക അഹനി നിന്യുഃ ഗായന്ത്യഃ പ്രിയചേഷ്ടിതം ഭഗവാനഭി സംപ്രാപ്തോ രാമാക്രൂരയുതോ നൃപ
രഥേന വായുവേഗേന കാളിന്ദീം അഘനാശിനീം തത്രോപസ്പൃശ്യ പാനീയം പീത്വാ മൃഷ്ടം മണിപ്രഭം വൃക്ഷഷണ്ഡമുപവ്രജ്യ സരാമോ രഥമാവിശത് അക്രൂരസ്തൗ ഉപാമന്ത്ര്യ നിവേശ്യ ചരഥോപരി കാളിന്ദ്യാഹൃതമാഗത്യ സ്നാനം വിധിവദാചരത് നിമജ്യ തസ്മിൻ സലിലേ ജപൻ ബ്രഹ്മസനാതനം താവേവ ദദുഷേ ക്രൂരോ രാമകൃഷ്ണൗ സമന്വിതൗ തൗ രഥസ്ഥൗ കഥമിഹ സുതൗ ആനഗദുന്ദുബേഃ തർഹി സ്വിത്സ്യന്തനേനസ്തഃ ഇത്യുന്മജ്യ വ്യജഷ്ടസഃ തത്രാപി ച യഥാ പൂർവമാസീനൗ പുനരേവ സഃ ന്യമജ്ജദ്ദർശനം യന്മേ മൃഷാ കിം സലിലേ തയോഃ ഭൂയസ്തത്രാപി സോദ്രാക്ഷീത് സ്തൂയമാനമഹീശ്വരം സിദ്ധചാരണഗന്ധർവൈർ അസുരൈർനതകന്ദരൈഃ സഹസ്രശിരസം ദേവം സഹസ്രഭണമൗലിനം നീലാംബരം വിസശ്വേതം ശൃംഗൈഃ ശ്വേതമിവ സ്ഥിതം തസ്യോത്സംഗേ ഘനശ്യാമം പീതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാന്തം പത്മപത്രാരുണേക്ഷണം ചാരുപ്രസന്നവദനം ചാരുഹാസനിരീക്ഷണം ശുഭ്രൂന്നസം ചാരുകർണം സുഖപോലാരുണാധരം പ്രലംബപീവരഭുജം തുംഗാം സോരസ്ഥലശ്രിയം കമ്പുകണ്ഠം നിമ്നനാഭിം വലിമത്പല്ലവോദരം ബൃഹത്കടിതടശ്രോണികരപോരുദ്വയാന്വിതം ചാരുജാനുയുഗം ചാരുജംഘായുഗളസംയുതം തുംഗഗുൽഭാരുണനഗവ്രാതദീദിതിർവൃതം നവാങ്കുല്യങ്കുഷ്ടദളൈർ വിലസത്പാദപങ്കജം സുമഹാർഹമണിവ്രാതകിരീടകടകങ്കദൈഃ കടിസൂത്രബ്രഹ്മസൂത്രഹാരനൂപുരകുണ്ടലൈഃ ഭ്രാജമാനം പത്മകരം ശംഖചക്രഗദാധരം ശ്രീവത്സവക്ഷസം ഭ്രാജത് കൗസ്തുഭം വനമാലിനം സുനന്ദനന്ദപ്രമുഖൈഃ പാർഷദൈഃ സനകാദിഭിഃ സുരേശൈർബ്രഹ്മരുദ്രാദ്യൈർനവഭിശ്ചദ്വിജോത്തമൈഃ പ്രഹ്ലാദനാരദ വസുപ്രമുഖൈർഭാഗവതോത്തമൈഃ സ്തൂയമാനം പൃഥഗ്ഭാവൈർവചോഭിരമലാത്മഭിഃ ശ്രിയാ പുഷ്ട്യാ ഗിരാ കാന്ത്യാ കീർത്യാ തുഷ്ട്യേളയോർജയാ വിദ്യയാ ശക്ത്യാ മായയാ ച നിഷേവിതം വിലോക്യ സുഭൃശം പ്രീതോ ഭക്ത്യാ പരമയായുതഃ ഹൃഷ്യത്തനൂരുഹോ ഭാവപരിക്ലിന്നാത്മലോചനഃ ഗിരാഗദ്ഗദയാസ്തൗഷീത് സത്വമാലംബ്യ സാത്വതഃ പ്രണമ്യ മൂർധ്നാവഹിതഃ കൃതാഞ്ജലിപുടശനൈഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂരപ്രതിയാനേ ഏകോനചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. വൈകി വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നിങ്ങൾക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. അപ്പോൾ കംസനാൽ പ്രേഷിതനായ അക്രൂരൻ ശ്രീ ഭഗവാനെയും ബലരാമസ്വാമിയെയും ധനുർയാഗം എന്ന വ്യാജേന മല്ലന്മാരെ കൊണ്ടോ ആനയെ കൊണ്ടോ കൊണ്ടുപോകാനായി വന്നതാണ്. ആ അക്രൂരൻ്റെ ആഗമനം വളരെ വിശദമായി നമ്മൾ കണ്ടു. അക്രൂരനും ഭഗവാനും ബലരാമസ്വാമിയുമായിട്ടുള്ള സമാഗമം, അത് കഴിഞ്ഞ് നന്ദഗോപരുടെ നേതൃത്വത്തിൽ ഗോപന്മാരെല്ലാം ഈ ധനുർയാഗത്തിനായിക്കൊണ്ട് തങ്ങളുടെ സമ്മാനങ്ങളുമായി തയ്യാറാവുന്നതുമെല്ലാം അറിഞ്ഞവരായിട്ടുള്ള ഗോപികമാര് രാത്രി ഒത്തുകൂടി പല ഭാഗത്ത് സംഘമായിട്ട് വിലപിക്കുന്ന ആ വിലാപം നമ്മൾ വളരെ വിശദമായിട്ട് കണ്ടു. എന്തുകൊണ്ട് അവർ വിലപിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ
ചിന്ത ചെയ്തതാണ്. ഭഗവാനെ അവരുടെ പുറത്ത് ദ്വൈതഭാവത്തിൽ അന്യനായി കാണുന്നത് കൊണ്ടാണ് ഈ വിലാപം. അവർക്കറിയാം പരോക്ഷമായിട്ട് ഭഗവാൻ സർവാന്തര്യാമിയായ ആത്മസ്വരൂപനാണ്. പക്ഷെ അത് ഉറച്ചിട്ടില്ല. നഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക് വികനസാർത്ഥിതോ വിശ്വഗുപ്തയെ സഖ ഉദയിവാൻ ശാശ്വത സത്വതാം കുലേ എന്നൊക്കെ അവർ പാടിയിട്ടുണ്ട്. സകല ദേഹിനാം അഖില ദേഹിനാം അന്തരാത്മദൃക്, എല്ലാവരുടെയും അന്തരാത്മാവാണ്, സാക്ഷിയാണ് എന്നറിയും. പക്ഷെ അതൊരു പരോക്ഷജ്ഞാനം മാത്രമാണ് ഇപ്പോൾ അവർക്ക്. അത് അപരോക്ഷജ്ഞാനമായി മാറണം. നമ്മൾക്കെല്ലാവർക്കും ഈ പരോക്ഷജ്ഞാനമുണ്ട്. എല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരേ പരബ്രഹ്മത്തിൽ നിന്നാണ്. ആ പരബ്രഹ്മം തന്നെയാണ് സകല ജഗത്തായിരിക്കുന്നതും എല്ലാവരുടെ ആത്മാവായിരിക്കുന്നതും നമ്മുടെയും ആത്മാവായിരിക്കുന്നതും എന്ന് നമുക്ക് ഇപ്പോൾ പരോക്ഷജ്ഞാനമാണ്. എന്താ പരോക്ഷജ്ഞാനം എന്ന് വെച്ചാൽ നമ്മൾ ശാസ്ത്രങ്ങളൊക്കെ ശ്രവണം ചെയ്ത് പല ഋഷീശ്വരന്മാർ അനുഭവസ്ഥരായിട്ടുള്ളവർ പറഞ്ഞത് നമുക്ക് യുക്തി കൊണ്ടും നമ്മൾ വിചാരം ചെയ്തപ്പോൾ അതെല്ലാം ശരിയാണെന്നുള്ളതായിട്ടുള്ള ബോധ്യമുണ്ട്. ഇതിൽ തർക്കമൊന്നുമില്ല. നന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രഭാഷണം ചെയ്യാനും പ്രസംഗിക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. എത്ര വേണമെങ്കിൽ പ്രബന്ധങ്ങൾ അദ്വൈതം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മളൊക്കെ എഴുതും. പക്ഷേ നമുക്ക് ഈ ദ്വൈതഭാവം പോയിട്ടുണ്ടോ? അദ്വൈത സത്യം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് രാഗദ്വേഷങ്ങളും മത്സരങ്ങളും ഒക്കെ പിന്നെയും ബാക്കി നിൽക്കുന്നത്. എപ്പോഴാണോ നമുക്ക് നിരന്തരമായിട്ടുള്ള വിചാരം കൊണ്ട്, ശ്രവണ മനന നിധിധ്യാസനങ്ങൾ കൊണ്ട് ഈ ഭേദഭാവം പോയി അഭേദഭാവം അഥവാ അദ്വൈത ഭാവം സത്യം ആയിട്ട് നമുക്ക് ഉറയ്ക്കുന്നത്, അതിനെയാണ് നിഷ്ഠ, ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്. അങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളകില്ല. ആ ഇളകാത്ത ഉറപ്പാണ് വേണ്ടത്. ആ ബ്രഹ്മനിഷ്ഠയിൽ മാത്രമേ നമുക്ക് എന്താ പറയുക ദ്വൈതഭാവം ഇല്ലാതിരിക്കുള്ളൂ. തസ്യ കോ മോഹക്ക ശോക ഏകത്വം അനുപശ്യത. ആ ഏകത്വം എല്ലായിടത്തും ദർശിക്കുന്ന ഒരാൾക്ക് ശോകമോഹങ്ങൾ ഇല്ല. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്ന് ഉപനിഷത്തുക്കളും ഭാഗവതവും പറഞ്ഞത്. അപ്പൊ ആ ഒരു പരവും അപരവുമായ സത്യത്തെ നമ്മൾ അപരോക്ഷമായി നമ്മുടെ അനുഭൂതിയായി ഇളകാത്ത അനുഭവമായി സാക്ഷാത്കരിക്കണം. അതുവരയ്ക്ക് ദ്വൈതഭാവം വന്നും പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ ഗോപികമാരുടെ അവസ്ഥ. അവർ ഭഗവാനെ ആ ഒരു മൂർത്തിയായിട്ടാണ് കാണുന്നത്, അല്ലാതെ സർവ്വ അന്തര്യാമിയായ ആത്മസ്വരൂപനായിട്ടല്ല. ആ മൂർത്തി തങ്ങളെ വിട്ടുപോകുന്നതിലാണ് അവർക്കുള്ള വിഷമം. അത് മാറണം. അത് മാറുമ്പോഴേ അവര് പൂർണ്ണരാവാൻ പോകുന്നുള്ളൂ. അവര് എന്താ പറയുക ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുഗ്രഹീതരായ ഭക്തന്മാരായി അല്ലെങ്കിൽ ജ്ഞാനികളായി മുക്തകളായി തീരാൻ പോകുന്നുള്ളൂ. അപ്പൊ അതിനനുഗ്രഹിക്കാൻ തന്നെയാണ് ഭഗവാന്റെ എല്ലാ ലീലകളും. അവരെ അങ്ങനെ കൊച്ചുകുട്ടികളായിട്ട് വിട്ടാൽ പോരല്ലോ, അവർ വളരണ്ടേ. അവര് സ്വന്തം മഹത്വം മനസ്സിലാക്കി സ്വന്തം കാലിൽ നിൽക്കാറാവണ്ടേ, വേറെ ആരെങ്കിലും ആശ്രയിച്ച് നിൽക്കേണ്ടവരല്ല. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ ഒരു വിയോഗം എന്നുള്ളതായിട്ടുള്ള ഒരു വിഷമം ഭഗവാൻ പരീക്ഷയായിട്ട് അവർക്ക് കൊടുക്കുന്നത്. അതിലാണ് അവർ ആകെ ഉലഞ്ഞു പോകുന്നത്. അവർക്കതിപ്പോൾ തൽക്കാലം സഹിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ വിലാപമാണ് നമ്മൾ വിശദമായിട്ട് കണ്ടത്. പലരും പലതും പറഞ്ഞു, പല ഗോപികമാര് പലതും പറഞ്ഞു. നമ്മൾ എങ്ങനെ ഈ വിരഹദുഃഖം സഹിക്കും എന്നൊരുത്തി പറഞ്ഞപ്പോഴാണ് അതിന് നമ്മൾ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ വിരഹദുഃഖം എന്ന് അവസാനം ഒരു ഗോപിക പറഞ്ഞത്. അതാണ് നമ്മൾ 30-ാം ശ്ലോകത്തിൽ കണ്ടത്. എന്നും വൈകുന്നേരം പശുക്കളെ മേച്ച് തിരിച്ചു വരുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ മന്ദസ്മിതത്തോടെ കരുണാർദ്രമായ കടാക്ഷങ്ങൾ, അത് അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന നിർവൃതി, അതിനെയൊക്കെ കുറിച്ച് അവർ പറഞ്ഞിട്ട് ആ ഒരു നോട്ടമാണ് നമ്മളെ
ഇപ്പോഴും ജീവനോടുകൂടി വെച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഓരോ ദിവസവും ഉള്ളതായിട്ടുള്ള ആ കടാക്ഷം, അതാണ് നമ്മൾക്ക് ജീവിക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനം, പ്രേരണ. ഭഗവാൻ നമ്മളെ വിട്ട് അകന്നു പോയി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. അപ്പോൾ പിന്നെ വിരഹദുഃഖത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ജീവിച്ചിരുന്നാലല്ലേ ഉള്ളൂ എന്ന മട്ടില് അവർ പറഞ്ഞു. അമും ഹൃദയേന്നു കഥം ഭവേമ എന്നാണ് അവസാനം ചോദിച്ചത്. അമും ഹൃദയ, അവനെ കൂടാതെ കഥം नु ഭവേമ, ഹൗ ക്യാൻ ബി സസ്റ്റെയിൻ, ഹൗ ക്യാൻ ബി എക്സിസ്റ്റ്, സർവൈവ്. അവനെ കൂടാതെ നമുക്ക് നിലനിൽപ്പേയില്ല. അതൊരു പരമസത്യമാണ്. നമുക്ക് ആർക്കും തന്നെ ആ ഭഗവാനെ കൂടാതെ നിലനിൽപ്പില്ല. പക്ഷെ അത് ഈ രൂപത്തിലല്ല, ഈ കൃഷ്ണരൂപത്തിലല്ല. ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മരൂപത്തിൽ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പൊ എന്തായാലും അങ്ങനെയുള്ള ഗോപികമാരുടെ വിലാപത്തെ ആരും പരിഗണിച്ചില്ല. നന്ദഗോപർ പരിഗണിച്ചില്ല. വന്ന അക്രൂരന് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് വന്ന ദൗത്യം നിർവഹിക്കുകയാണ് വേണ്ടത്. ഭഗവാനും ബലരാമസ്വാമിയും അത് വേണ്ട പോലെ പരിഗണിച്ചില്ല. കാരണം അവരുടെ അവതാരം ഇവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. എന്നും ഗോപികമാരുടെ ആട്ടത്തിന് കളിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടിയിട്ടല്ല ഭഗവാൻ അവതരിച്ചിട്ടുള്ളത്. ഭഗവാൻ അവതരിച്ചിട്ടുള്ള ഒരുപാട് ദൗത്യങ്ങൾ വരിവരിയായി കിടക്കുകയാണ് ഇനിയും. അപ്പോൾ അതാത് കാലങ്ങളിൽ നടക്കേണ്ടത് നടന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഭഗവാന് പോകേണ്ടത് പോയേ പറ്റൂ. അപ്പൊ ഇവരുടെ കരച്ചിലും കണ്ടുകൊണ്ട് എന്താ പറയുക, അവരോട് സിമ്പതിയും കാണിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നാൽ അവതാര ദൗത്യം നടക്കുകയില്ല. അപ്പൊ അതെല്ലാം നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ വിരഹാതുരരായ ഗോപികമാര് കൃഷ്ണനിൽ തന്നെ വിശേഷേണ സക്തമാനസകളായി ലജ്ജയൊന്നുമില്ലാതെ സുസ്വരം രുരുതു, വാവിട്ട് നിലവിളിച്ചു. ഗോവിന്ദ ദാമോദര മാധവേദി, ഗോവിന്ദ ദാമോദര മാധവേദി. അപ്പൊ ഇതൊരു ഘട്ടമാണ് അല്ലെ, ഭക്തിയുടെ വളർച്ചയുടെ ഒരു ഘട്ടമാണ്. ഇത് വേണം, ഇതിലൂടെ കടന്നു വേണം അപരോക്ഷ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരാൻ. ഭഗവാനും ഞാനും ഒന്നാണെന്നുള്ളതായിട്ടുള്ള അനന്യഭക്തി എന്നുള്ള ഭാവത്തിലേക്ക് ഉയരണം. അതിൽ ഉയരാനുള്ള പടികളാണ് ഇപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും വേണ്ടത് തന്നെയാണ്. ഗോപികമാരുടെ ഈ ഒരു ഭഗവാനോടുള്ളതായിട്ടുള്ള ആ പരമപ്രേമം, ഭഗവാനെ അല്പനേരം പോലും വിട്ട് പിരിയാനുള്ളതായിട്ടുള്ള വിഷമം, ഭഗവാന് വേണ്ടി സർവസ്വവും ത്യജിച്ച് സന്യസ്തകളാണ് അവർ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്ന ഭഗവാന്റെ ആ നിർദ്ദേശം അക്ഷരാർത്ഥത്തിൽ ഭഗവാന് വേണ്ടി സർവസ്വവും ത്യജിച്ചിരിക്കുന്നവരാണ്. പക്ഷെ ആ സർവസ്വവും ത്യജിച്ചതിന്റെ സാഫല്യം എന്ന് പറയുന്നത് എപ്പോഴും ഭഗവാന്റെ കൂടെ ഇരിക്കുക എന്നുള്ളതല്ല. ഭഗവാൻ ഈ രൂപത്തിൽ തങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഭഗവാൻ തങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള അറിവിലാണ്. ആത്മസ്വരൂപനായി ഭഗവാൻ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള അറിവിൽ അവർ ഉറയ്ക്കണം. അതാണ് അതിൻ്റെ സാഫല്യം. അപ്പോൾ അക്രൂരൻ രഥം ചലിപ്പിച്ചു. രാവിലത്തെ സന്ധ്യാവന്ദനാദികളൊക്കെ കഴിച്ച് സൂര്യോദയ സമയത്ത് രഥവുമായിട്ട് പുറപ്പെട്ടു. നന്ദാദി ഗോപന്മാര് അവരവരുടെ വാഹനങ്ങള് ശകടങ്ങളില് കംസന് കൊടുക്കാനുള്ള ഉപായനങ്ങളെല്ലാം, ഗോരസ സംഭൃതങ്ങളെല്ലാം കൂടി കലശങ്ങളിലാക്കി കുംഭങ്ങളിലാക്കിക്കൊണ്ട് യാത്രയായി. ആ ഗോപികമാർ ഭഗവാനെ തന്നെ വിചാരിച്ചു, ഭഗവാന്റെ എന്തെങ്കിലും ഒരു മറുപടി കാത്തുകൊണ്ട് പ്രത്യാദേശം ഭഗവതഃ കാംക്ഷന്ത്യശ്ച അവതസ്ഥിരേ, ഭഗവാനെ ഉറ്റുനോക്കിക്കൊണ്ട് വഴിനീളെ നിരന്നു നിന്നു ഗോപികമാര്. അവരിങ്ങനെ തപിക്കുന്നത് കണ്ട് ഭഗവാൻ സാന്ത്വയാമാസ സപ്രേമൈഹി ആയാസ്യേ ഇതി ദൗത്യകൈഹി. ഭഗവാൻ അവരെ സാന്ത്വനിപ്പിച്ചു, സമാധാനിപ്പിച്ചു. എങ്ങനെ? ആയാസ്യേ ഇതി സപ്രേമൈഹി ദൗത്യകൈഹി, ഞാൻ പോയി വരാം എന്നുള്ളതാണ്. ഞാൻ പോകട്ടെ എന്നും അർത്ഥം, വരാമെന്നും അർത്ഥമുള്ള വാക്കാണ് ആയാസ്യേ എന്ന് പറഞ്ഞത്. അപ്പൊ പോയിട്ട് വരാമെന്നുള്ള അർത്ഥത്തില് അവരെ ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ്.
അങ്ങനെ ദൂതന്മാരെ കൊണ്ടാണ് അത് പറഞ്ഞ് ഗോപികമാരെ അറിയിച്ചത്. അവരെല്ലാം ആ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. ഭഗവാൻ പോകുന്നത് എത്ര ദൂരം കാണാൻ പറ്റുമോ ഭഗവാന്റെ കൊടിക്കൂറ, എത്ര ദൂരം ഭഗവാന്റെ രഥത്തിന്റെ കൊടികൾ പൊങ്ങുന്നത് ഉണ്ടായിരുന്നോ കാണുന്നുവോ അതുവരയ്ക്കും അവര് നിശ്ചേഷ്ടരായി ചിത്രം പോലെ എന്ന് പറയുന്നുണ്ട്. അനുപ്രസ്ഥാപിതാത്മാനോ ലേഖ്യാനീവ ഉപലക്ഷിതാഹ. അനുപ്രസ്ഥാപിത ആത്മാനഹ, അവരുടെ ആത്മാവിനെ മനസ്സിനെ അനുപ്രസ്ഥാപിതം ഭഗവാന്റെ പുറകെ അയച്ചു. മനസ്സിനെ ഭഗവാന് കൊടുത്തിട്ട് അവരുടെ ചൈതന്യത്തെ ഭഗവാന്റെ പുറകെ അയച്ചിട്ട് ലേഖ്യാനീവ, ലേഖ്യാനി എന്ന് പറഞ്ഞാൽ ലേഖനം ചെയ്യപ്പെട്ട ചിത്രങ്ങൾ എന്ന പോലെ, ചുമർ ചിത്രങ്ങൾ എന്ന പോലെ ഉപലക്ഷിതാഹ അവർ കാണപ്പെട്ടു. നിശ്ചേഷ്ടരായി, എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ, ജഡങ്ങളെ പോലെ അവര് കാണപ്പെട്ടു. അങ്ങനെ ഗോവിന്ദനെ പിന്തിരിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് അവര് നിരാശരായി. ഇനി നടക്കില്ല എന്നവർക്ക് ബോധ്യം വന്നു. അതുകൊണ്ട് നിവർത്തിച്ചു. അങ്ങനെ അവർ ഭഗവാന്റെ ചേഷ്ടിതങ്ങളെ ഗാനം ചെയ്തുകൊണ്ട് അഹനീ നിന്യുഹു, വിശോകാഹ അഹനീ നിന്യുഹു എന്ന് പറയുന്നുണ്ട്. അവര് ശോകം ഉപേക്ഷിച്ചുകൊണ്ട്, എന്തുകൊണ്ട് ഒരാൾ ദൂരേക്ക് പോയി കഴിഞ്ഞാൽ അവരെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള ആ ബോധമുണ്ടായിരുന്നത് കൊണ്ട് അവരുടെ പകലും രാത്രിയും അഹനീ എന്ന് പറഞ്ഞ ദിനരാത്രങ്ങൾ അത് നയിച്ചു. പ്രിയ ചേഷ്ടിതം ഗായന്ത്യ, ഭഗവാനെ കുറിച്ച് തന്നെ ഗാനം ചെയ്യുന്നവരായി നയിച്ചു. പിന്നീട് ഭഗവാനും അക്രൂരനും ബലരാമസ്വാമിയുമായി വായുവേഗേന രഥേന കാളിന്തിയും അകനാശിനിയും സംപ്രാപ്ത. പാപങ്ങളെ കഴുകിക്കളയുന്ന, പാപങ്ങളെ നശിപ്പിക്കുന്ന ശക്തിയുള്ള തീർത്ഥമായ കാളിന്തിയിലെ ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേർന്നു. തത്ര ഉപസ്പൃശ്യ പാനീയം പീത്വാ മൃഷ്ടം മണിപ്രഭം വൃക്ഷഷണ്ഡം ഉപവ്രജ്യ സരാമോരഥം ആവിശത്. ഭഗവാനും ബലരാമസ്വാമിയും വെള്ളത്തിലേക്ക് ഇറങ്ങി കയ്യും കാലും ഒക്കെ മുഖമൊക്കെ കഴുകി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് രാമകൃഷ്ണന്മാർ രഥത്തിലേക്ക് തന്നെ തിരിച്ച് ഒരു വൃക്ഷച്ചുവട്ടിൽ നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിഴലിൽ നിർത്തിയിരിക്കുന്നതായിട്ടുള്ള രഥത്തിലേക്ക് രാമകൃഷ്ണന്മാർ പ്രവേശിച്ചിരുന്നു. എന്നാൽ അക്രൂര തൗ ഉപാമന്ത്രിയ നിവേശ്യ രഥോപരി കാളിന്ത്യാഹൃതമാകത്യ സ്നാനം വിധിവതാചരത്. അക്രൂരൻ അവർ രണ്ടുപേരോടും അനുമതി ചോദിച്ച് അവരെ രണ്ടുപേരെയും രഥോപരി നിവേശ്യ, നിങ്ങൾ രഥത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോളൂ, ഞാൻ ഒരു സ്നാനവും എൻ്റെ മാധ്യന്തിനം എന്ന് പറയുന്ന മാധ്യാന്മികം എന്നൊക്കെ പറയുന്ന സന്ധ്യാവന്ദനം ചെയ്തിട്ട് വരാം എന്ന് കാളിന്തിയിലെ ആ അനന്തഹ്രദം എന്ന് പറയുന്ന ആ ഭാഗത്ത് അദ്ദേഹം പ്രവേശിച്ച് വിധിവത് സ്നാനമാചരത്, വിധിപ്രകാരമുള്ള സ്നാനാദികളൊക്കെ ചെയ്തു. അങ്ങനെ തുടർന്ന് ഇതുവരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇവിടെ നിന്നുള്ള ഭാഗമാണ് 41 മുതൽക്കാണ് ഇന്ന് പറയാനുള്ളത്. നിമജ്ജ തസ്മിൻ സലിലേ ജപൻ ബ്രഹ്മ സനാതനം താവേവ ദദൃശേ ക്രൂരോ രാമകൃഷ്ണൗ സമന്വിതൗ. നിമജ്ജ തസ്മിൻ സലിലേ ജപൻ ബ്രഹ്മ സനാതനം താവേവ ദദൃശേ ക്രൂരോ രാമകൃഷ്ണൗ സമന്വിതൗ. ആ അക്രൂരൻ തസ്മിൻ സലിലേ നിമജ്യ, ആ ഹ്രദത്തിൽ, കാളിന്തിയിലെ അനന്തഹ്രദം എന്നുള്ള ഭാഗത്തെ ജലാശയത്തിൽ മുങ്ങിയിട്ട്, നിമജ്യ എന്ന് പറഞ്ഞാൽ നിമജ്ജനം ചെയ്തിട്ട്, സനാതനം ബ്രഹ്മജപന്, ഇവിടെ ബ്രഹ്മ എന്ന ശബ്ദത്തിന് വേദം എന്നർത്ഥം, മന്ത്രം എന്നർത്ഥം, ഗായത്രി എന്നൊക്കെ അർത്ഥം വരും. ബ്രഹ്മശബ്ദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ഏറ്റവും പ്രധാനം വേദം. അപ്പൊ എന്താണോ മാധ്യന്തിനത്തിൽ ജപിക്കേണ്ടതായിട്ടുള്ള മന്ത്രങ്ങൾ അതൊക്കെ അറിയുന്ന പണ്ഡിതനാണ് അക്രൂരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സന്ധ്യാവന്ദനത്തിന്റെ മാധ്യന്തിന സന്ധ്യയുടെ ഭാഗമായിട്ട് സനാതനം ബ്രഹ്മജപൻ, ആ സനാതനമായിട്ടുള്ള കലാകാലങ്ങളായി പൂർവീകർ അനുഷ്ഠിച്ചു പോരുന്നതായിട്ടുള്ള ആ വേദങ്ങളെ ജപിച്ചുകൊണ്ട്, മന്ത്രങ്ങളെ ജപിച്ചുകൊണ്ട് അക്രൂര സമന്വിതൗ തൗ രാമകൃഷ്ണൗ ഏവ ദദൃശു. അങ്ങനെ അദ്ദേഹം വെള്ളത്തിൽ ജപം എല്ലാം കഴിഞ്ഞ് വീണ്ടും മുങ്ങുന്നതായിട്ടുള്ള സമയത്ത് ആ വെള്ളത്തില്, ജലാശയത്തില് സമന്വിതൗ, രണ്ടുപേരും ചേർന്നിരിക്കുന്നവരായ തൗ രാമകൃഷ്ണൗ ഏവ ദദൃശേ, ആ രാമകൃഷ്ണന്മാരെ തന്നെ ആ ജലാശയത്തിൽ കണ്ടു.
അപ്പൊ കുളിക്കാൻ വരണോ എന്ന് ചോദിച്ചപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് രഥത്തിൽ ഇരുന്നത് രണ്ടുപേരും. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുളി കഴിഞ്ഞതാണ്, ഇനിയിപ്പോ കുളിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങള് വൃത്തികേടൊന്നുമില്ല എന്നുള്ള മട്ടില് രഥത്തിൽ ഇരുന്നതാണ്. പക്ഷെ ഇവിടെ അക്രൂരൻ ഈ ജലാശയത്തിൽ അവരെ കാണുകയാണ്. അപ്പൊ അദ്ദേഹം അത്ഭുത പരതന്ത്രനായി ആശ്ചര്യപ്പെട്ട് വീണ്ടും അദ്ദേഹം രഥത്തിലേക്ക് നോക്കണം, അവിടെ ഉണ്ടോ, അതോ പെട്ടെന്ന് ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ശ്രദ്ധ മാറിയപ്പോ വന്നതാണോ എന്ന് അദ്ദേഹം നോക്കണം. തൗ രഥസ്ഥൗ കഥമിഹ സുതൗ ആനഗദുന്ദുബേഃ തർഹി സ്വിത്സ്യന്തനേനസ്തഃ ഇത്യുന്മജ്യ വ്യജഷ്ടസഃ. തൗ രഥസ്ഥൗ കഥമിഹ സുതൗ ആനഗദുന്ദുബേഃ തർഹി സ്വിത്സ്യന്തനേനസ്തഃ ഇത്യുന്മജ്യ വ്യജഷ്ടസഃ. അദ്ദേഹം ചിന്തിക്കുകയാണ്, ആനകദുന്ദുബേഹേ തൗ സുതൗ. ആനകദുന്ദുബിയുടെ ആ രണ്ട് പുത്രന്മാര്, ആനകദുന്ദുബി വസുദേവരുടെ പേരാണ്. അപ്പൊ വസുദേവരുടെ ആ രണ്ട് പുത്രന്മാർ തൗ സുതൗ രഥസ്ഥൗ, അവര് രഥത്തിൽ സ്ഥിതി ചെയ്യുന്നവരായിരുന്നല്ലോ, ഞാൻ അവരെ രഥത്തിൽ ഇരുത്തിയിട്ടാണല്ലോ വന്നത്. അങ്ങനെയുള്ളവര് ഇഹ കഥം, അപ്പൊ ഇവിടെ എങ്ങനെ വന്നു എന്ന് ആശ്ചര്യം. തർഹിസ്വിത് സ്യന്തനേ നസ്തഃ. തർഹിസ്വിത്, അങ്ങനെയാണെങ്കിൽ അവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ രഥത്തിൽ ഉണ്ടാവില്ല. സ്യന്തനെ രഥേ എന്നർത്ഥം, സ്യന്തനത്തിൽ നസ്തഃ, തീർച്ചയായിട്ടും രണ്ടുപേരും കാണില്ല. അസ്ഥി എന്നുള്ളതിന്റെ ദ്വിവചനമാണ് സ്തഃ. ഒരാളായിരുന്നെങ്കിൽ അസ്ഥി, ഇപ്പൊ രണ്ടുപേരുള്ളതുകൊണ്ട് നസ്തഃ, രണ്ടുപേരും ഉണ്ടാവില്ല ഉറപ്പ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്നിട്ട് സഹ ഉന്മജ്യ വ്യജഷ്ട, അദ്ദേഹം എന്ത് ചെയ്തു, ഉന്മജ്യ എന്ന് പറഞ്ഞാല് മജ്ജനം ചെയ്തെടുത്തുന്ന പൊങ്ങുക എന്നർത്ഥം. അങ്ങനെ പൊങ്ങിയിട്ട് ഒന്ന് രഥത്തിലേക്ക് നോക്കി, അതാണ് വ്യജഷ്ട. അപ്പൊ രഥത്തിലേക്ക് നോക്കിയപ്പോഴോ രഥത്തിലുണ്ട് അവർ രണ്ടുപേരും, തമാശ പറഞ്ഞ് ഏട്ടനും അനിയനും കൂടി കളിച്ചോണ്ടിരിക്കണു. തത്രാപി ച യദാ പൂർവമാസീനൗ പുനരേവ സഹ ന്യമജ്ജദ്ദർശനം തന്മേ മൃഷാ കിം സലിലേ തയോഃ. തത്രാപി ച യദാ പൂർവമാസീനൗ പുനരേവ സഹ ന്യമജ്ജദ്ദർശനം തന്മേ മൃഷാ കിം സലിലേ തയോഃ. അങ്ങനെ പൊങ്ങി നോക്കിയതായിട്ടുള്ള സമയത്ത് തത്ര അപി, അവിടെയും ആ രഥത്തിലും യഥാപൂർവമാസീനൗ, എങ്ങനെയാണോ മുമ്പിരുന്നത്, പൂർവമേവ, പൂർവം യഥാ ആസീനൗ, ഇരുന്നിരുന്നവരായിട്ടുള്ള അത് രണ്ടുപേരും പുനഃ ഏവ സഹവജഷ്ട, വീണ്ടും അദ്ദേഹം അവിടെ തന്നെ കണ്ടു. അപ്പൊ രഥത്തില് രണ്ടുപേരും മുമ്പ് ഇരുന്നത് പോലെ തന്നെ ഇരുന്നുണ്ട്, അവരിവിടേക്ക് വന്നതായിട്ട് ഇല്ല. ഇനിയിപ്പോ തനിക്ക് തോന്നിയതാണോ, തന്റെ ഒരു ഹാലൂസിനേഷനാണോ, അല്ലേ, അങ്ങനെയൊക്കെ ആവാം, മനോവിഭ്രാന്തി, അങ്ങനെയൊക്കെ അദ്ദേഹം ചിന്തിക്കും. അപ്പോ പുനഃ ഏവ സഹവജഷ്ട സലിലേ തയോഹോ മേ തദ്ദർശനം കിം മൃഷാ. അദ്ദേഹം ചിന്തിക്കുകയാണ്, സലിലേ തയോഹോ മേ തദ്ദർശനം, ആ വെള്ളത്തില് അവർ രണ്ടുപേരുടെയും എന്റെ ദർശനം മൃഷാ കിം, മൃഷയാണോ, മൃഷ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണോ, മിഥ്യയാണോ, എനിക്ക് ഭ്രമം തോന്നിയതാണോ, എന്റെ ഭ്രാന്തിയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ന്യമജ്ജത്, വീണ്ടും ന്യമജ്ജത്, ന്യമജ്ജത് ദർശനം തന്മേ മൃഷാ കിം സലിലേ തയോഹോ. അപ്പൊ ഒന്നുകൂടെ മുങ്ങിയപ്പോഴോ ഭൂയസ്തത്രാപി സോദ്രാക്ഷീത് സ്തൂയമാനമഹീശ്വരം സിദ്ധചാരണ ഗന്ധർവൈഃ അസുരൈർനതകന്ദരൈഃ. ഭൂയസ്തത്രാപി സോദ്രാക്ഷീത് സ്തൂയമാനം അഹീശ്വരം സിദ്ധചാരണ ഗന്ധർവൈഃ അസുരൈർനതകന്ദരൈഃ. സഹ ഭൂയഃ തത്രാപി നതകന്ദരൈ സിദ്ധചാരണ ഗന്ധർവൈ അസുരൈഃ സ്തൂയമാനമഹീശ്വരം അദ്രാക്ഷീത്. അദ്ദേഹം ആരെ കണ്ടു, അഹീശ്വരം അദ്രാക്ഷീത്. അഹീശ്വരൻ സർപ്പങ്ങളുടെ ഈശ്വരൻ, നാഗങ്ങളുടെ ഈശ്വരനായ ആദിശേഷൻ. ആദിശേഷനെ അദ്രാക്ഷീത് അവിടെ ദർശിച്ചു. എവിടെ, ആ ജലത്തിൽ. എങ്ങനെയായിട്ടുള്ള ആദിശേഷനെ, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവനായിട്ടുള്ള ആദിശേഷനെ ഭൂയഃ തത്രാപി അദ്രാക്ഷീത്, വീണ്ടും അവിടെ കണ്ടു.
ആരൊക്കെയാണ് സ്തുതിക്കുന്നത്? സിദ്ധ ചാരണ ഗന്ധർവൈഹി അസുരൈഹി. സിദ്ധന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര്, അസുരന്മാരടക്കം. എങ്ങനെ സ്തുതിക്കുന്നു അവര്? നദ കന്ധരൈഹി. അവരുടെ കന്ധരങ്ങൾ അഥവാ കഴുത്ത് നദങ്ങളാക്കിയിട്ട് കുനിച്ചിട്ട് നിർത്തും. അപ്പോ നമ്രശിരസ്കരായി ദേവന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര്, അസുരന്മാരെല്ലാം സ്തുതിക്കുന്ന ഈശ്വരനെ അദ്രാക്ഷി. ആദ്യം കാണുന്നത് ആദിശേഷ മെത്തയാണ് ആദ്യം കാണുന്നത്. മെത്ത റെഡി അവിടെ. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് പിന്നീട് ഭഗവാനെ കാണാൻ പോകുന്നത്. അപ്പോ ആദ്യം കാണുന്നത് ആദിശേഷ ദർശനം. ഭൂയസ്തത്രാവിസോദ്രാക്ഷീ സ്തൂയമാനമഹീശ്വരം സിദ്ധചാരണ ഗന്ധർവൈരസുരൈർനതകന്ധരൈഃ സഹസ്രശിരസം ദേവം സഹസ്രബണമൗലിനം നീലാംബരം വിസശ്വേതം ശൃംഗൈ ശ്വേതമിവ സ്ഥിതം. ആദിശേഷനെ വർണ്ണിക്കുകയാണ്. സഹസ്രശിരസം ദേവം സഹസ്രഭണമൗലിനം നീലാംബരം വിസശ്വേതം ശൃംഗൈ ശ്വേതമിവ സ്ഥിതം. സഹസ്രശിരസം സഹസ്രഭണമൗലിനം. സഹസ്രശിരസുകൾ, ആയിരക്കണക്കിന് ശിരസുകളുള്ള അനന്ത. സഹസ്രഭണ മൗലി. സഹസ്രഭണങ്ങളിലും 1000 ഭണങ്ങൾ പടങ്ങളിലും അതിലൊക്കെ കിരീടങ്ങളോട് കൂടിയിട്ട്, മൗലിയോട് കൂടിയിട്ട് നർത്തം. അപ്പൊ എല്ലാറ്റിലും കിരീടങ്ങൾ ധരിച്ച ആ നാഗരാജാവായിട്ട് ആദിശേഷ ഭഗവാൻ ദർശനം കൊടുക്കുകയാണ്. നീലാംബരം. ആദിശേഷന്റെ വസ്ത്രം, ബലരാമസ്വാമിയുടെ വസ്ത്രം ഒക്കെ നീലയാണ്. അങ്ങനെ നീലാംബരധാരിയായി ബിസശ്വേതം. എന്നാൽ ശരീരം എങ്ങനെ? ബിസതന്തു പോലെ ശ്വേതം. ബിസതന്തു എന്ന് പറഞ്ഞാൽ താമര നൂല് അല്ലെങ്കിൽ താമര തണ്ട്. വഴുവഴുന്ന് വെളുത്തിട്ടുള്ളതാണ് താമര തണ്ട്. അപ്പൊ അതുപോലെയാണ് സർപ്പത്തിന്റെ ശരീരം. ആദിശേഷന്റെ ശരീരം താമരത്തണ്ട് പോലെ നല്ല വഴുവഴുന്ന് വെളുത്തിട്ടുള്ളതാണ്. അതാണ് ബിസശ്വേതം. ശ്വേതമാണ്, വെളുപ്പാണ്. അങ്ങനെയുള്ള ദേവം, പ്രകാശിക്കുന്നവനായ ആ ഭഗവാനെ ശൃംഗൈഹി ശ്വേതം വിവസ്ഥിതം. ശൃംഗങ്ങളോടുകൂടിയ ശ്വേതപർവ്വതത്തെ പോലെ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. നമ്മുടെ ശൃംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കൊടുമുടികൾ. അപ്പൊ കൊടുമുടികളോടുകൂടിയ ഒരു ശ്വേതപർവ്വതം, ഒരു വെളുത്ത പർവ്വതം. ഹിമവാനൊക്കെ വെളുത്ത പർവ്വതമാണ് പല ഭാഗത്തും. അപ്പൊ അങ്ങനെ വെളുത്ത പർവ്വതം അനേക കൊടുമുടികളോടുകൂടി കാണപ്പെടുന്നത് പോലെ ആ ആദിശേഷന്റെ ശിരോഭാഗം കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ശിരസ്സുകളും ദർശിക്കപ്പെട്ടു എന്നർത്ഥം. അങ്ങനെ അക്രൂരൻ ആദ്യം ആ ആദിശേഷ ഭഗവാനെ കണ്ടു. ആ ആദിശേഷന്റെ മടിയിൽ കിടക്കുന്ന, മെത്തയിൽ കിടക്കുന്ന ഭഗവാനെ ദർശിക്കുന്നതാണ് 46-ാം ശ്ലോകം. തസ്യോത്സംഗേ ഘനശ്യാമം പീതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാന്തം പത്മഭദ്രാരുണേക്ഷണം. തസ്യോത്സംഗേ ഘനശ്യാമം പീതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാന്തം പത്മഭദ്രാരുണേക്ഷണം. ആ ഭഗവാനെ അനേക ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. 12 ശ്ലോകം കൊണ്ടായിട്ടാണ് അന്വയിക്കേണ്ടത് നമുക്ക്. ഈ 46 മുതൽ തുടർന്ന് 12 ശ്ലോകങ്ങളിൽ അക്രൂരൻ കണ്ട ഭഗവാനെ വർണ്ണിക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് ഓടിച്ചു പോവാം. അപ്പൊ തസ്യ ഉത്സംഗേ, ആ ആദിശേഷന്റെ മടിയിൽ. മടിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ അദ്ദേഹം ഇങ്ങനെ വിരിഞ്ഞ് മെത്ത പോലെ കിടക്കുന്നുണ്ട്. ആ മെത്തയിൽ ഘനശ്യാമം പീതകൗശേയവാസസം, മേഘം പോലെ കറുത്ത വർണ്ണത്തോടുകൂടി, ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം എന്നൊക്കെ നമ്മൾ നിത്യവും സ്തുതിക്കുന്ന അതേ ഭാവത്തില്. അപ്പൊ ഘനശ്യാമം, മേഘം പോലെ ശ്യാമവർണ്ണത്തോടുകൂടിയും, പീതകൗശേയവാസസം, മഞ്ഞപ്പട്ട് വസ്ത്രമായി ധരിച്ചിട്ടുണ്ട്, പീതാംബരധാരിയായിട്ടും, ചതുർഭുജം, 4 കൈകളോടുകൂടി, 4 കൈകളിലും അദ്ദേഹത്തിന്റെ ദിവ്യങ്ങളായ ഗദ അല്ലെങ്കിൽ ശംഖം, ചക്രം, പത്മം മുതലായിട്ടുള്ള ആയുധങ്ങളും എല്ലാം ധരിച്ചുകൊണ്ട്, ശാന്തം, ശാന്താകാരം,
അതിശാന്തഭാവത്തില്. പത്മപത്രാരുണേക്ഷണം, താമരദളം പോലെയുള്ള ചുവന്ന കണ്ണുകളോടുകൂടി ചെന്താമര കണ്ണനായിട്ട് അങ്ങനെയുള്ള ഒരു പുരുഷം, ആ പുരുഷനെ ദദർശ, ആ പുരുഷനെ ഇനി തുടർന്ന് വർണ്ണിക്കുകയാണ്. ചാരുപ്രസന്നവദനം ചാരുഹാസ നിരീക്ഷണം സുബ്രൂന്നസം ചാരുകർണം സുഖപോലാരുണാധരം. ചാരുപ്രസന്നവദനം ചാരുഹാസ നിരീക്ഷണം സുബ്രൂന്നസം ചാരുകർണം സുഖപോലാരുണാധരം. ചാരു പ്രസന്നവദനം, ചാരു മനോഹരം, പ്രസന്നവദനം പ്രസാദിച്ചിരിക്കുന്നതായിട്ടുള്ള മന്ദസ്മിതത്തോടു കൂടിയതായിട്ടുള്ള വികസിച്ച മുഖം. ഭക്തനായ അക്രൂരനെ ആ ഒരു വാത്സല്യത്തോടെ പ്രസന്നഭാവത്തോടെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഭാവം. അക്രൂരനായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഈ ദർശനം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഭക്തി കൊണ്ടാണ്, നിഷ്കളങ്കത കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ഭഗവാന്റെ ദർശനം ലഭിച്ചത്. ചാരുഹാസ നിരീക്ഷണം, മനോഹരമായ മന്ദഹാസത്തോടുകൂടി അക്രൂരനെ നോക്കുന്നു, നിരീക്ഷിക്കുന്നു, കടാക്ഷിക്കുന്നു. സുബ്രൂന്നസം, സുബ്രൂ നല്ല പുരികക്കൊടികൾ, മനോഹരമായ പുരികക്കൊടികൾ. ഉന്നസം ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള മൂക്ക്, നാസിക, അങ്ങനെ നല്ല പുരികക്കൊടികളും നല്ല മൂക്കും. ചാരുകർണം മനോഹരമായ ഭഗവാന്റെ ചെവികൾ, രണ്ടും തുല്യ അളവിലുള്ളതായിട്ടുള്ള നല്ല ചെവികള്. സുകപോല അരുണാധരം, സുകപോലം നല്ല കവിൾത്തടങ്ങള്, മരതക കല്ല് പോലെയുള്ളതായിട്ടുള്ള കണ്ണാടി പോലെയുള്ളതായിട്ടുള്ള കവിൾത്തടങ്ങള്, അതിൽ ഭഗവാന്റെ കർണാഭരണങ്ങളൊക്കെ പ്രതിബിംബിക്കും. അങ്ങനെയുള്ളതും. സുകപോല അരുണാധരം, അരുണാധരം നല്ല ചുവന്ന ചുണ്ടുകളോട് കൂടിയതുമായിട്ടുള്ള പുരുഷം ദദർശ, അദ്രാക്ഷി എന്നൊക്കെ അർത്ഥം. പ്രലംബപീവരഭുജം തുംഗാം സോരസ്ഥലശ്രിയം കമ്പുകണ്ഠം നിമ്നനാഭിം വലിമത്പല്ലവോദരം. പ്രലംബപീവരഭുജം തുംഗാം സോരസ്ഥലശ്രിയം കമ്പുകണ്ഠം നിമ്നനാഭിം വലിമത്പല്ലവോദരം. പ്രലംബ പീവര ഭുജം, ഭഗവാന്റെ ഭുജങ്ങള്, കൈകള്, കൈത്തണ്ടകള്. പ്രലംബം എന്ന് പറഞ്ഞാൽ നീണ്ടത് നിർത്തണം. പീവരം എന്ന് പറഞ്ഞാൽ തടിച്ചത് എന്നാണ്. അപ്പൊ നീണ്ട് തടിച്ചുരുണ്ട 4 കൈകൾ. പ്രലംബ പീവരഭുജം തുങ്കാം സഹ, അംസം എന്നാൽ തോളാണ്. അത് തുങ്കം എന്ന് പറഞ്ഞാലോ നല്ലോണം ഉയർന്നു നിൽക്കുന്നത്, നല്ല ആ ഒരു എന്താ പറയുക, ആരോഗ്യത്തിന്റെ ശക്തിയുടെ മസ്കുലീൻ ആയിരിക്കുന്നതായിട്ടുള്ള ഭാവം അല്ലെ, പൗരുഷത്തിന്റെ ഭാവമാണ് ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള തോളുകൾ. ഈ ലോകങ്ങളെ മുഴുവൻ ഭരിക്കാൻ വഹിക്കാൻ ശക്തിയുള്ള കൈകളാണ് ഭഗവാന്റെ. ആ കൈകൾ ഉത്ഭവിക്കുന്ന സ്ഥാനമാണ് തോള്. അപ്പൊ അതിന്റെ ശക്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന തോളുകൾ. തുംഗംസ ഉരസ്ഥലശ്രിയം, ഉരസ്ഥലശ്രിയം എന്ന് പറഞ്ഞാൽ മാറിടത്തിൽ ലക്ഷ്മി ദേവിയോടുകൂടി. ഉരസ്ഥലത്തിൽ ശ്രീ, പക്ഷസ്ഥലത്തിൽ ആ ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള മറുകും, അവിടെ ലക്ഷ്മി സ്ഥാനവും. ഉരസ്ഥലശ്രിയം കമ്പുകണ്ഠം, കമ്പു പോലെയുള്ള കണ്ഠം. കമ്പു എന്നാൽ ശംഖ്, വലംപിരി ശംഖ് പോലെയുള്ളതായിട്ടുള്ള 3 വലികളോടുകൂടിയ, 3 വരകളോടുകൂടിയ, പിരികളോടുകൂടിയതായിട്ടുള്ള ഭഗവാന്റെ കഴുത്ത് അതിമനോഹരം. നിമ്നനാഭിം, ഈ ലോകത്തിന്റെ മുഴുവൻ ഉത്ഭവസ്ഥാനമാണ് ഭഗവാന്റെ നാഭി. ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് ലോകരൂപമായ കമലം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് സൂചിപ്പിക്കുന്ന ആഴമേറിയൊരു ഹ്രദം പോലെ, ഒരു തടാകം പോലെയുള്ളതായിട്ടുള്ള നാഭി. നിമ്നനാഭിം വലിമത് പല്ലവോദരം. വലിമത്ത് എന്ന് പറഞ്ഞാൽ വലികളോട് കൂടിയത്, 3 വലികൾ, ത്രിവലി എന്ന് പറയുന്ന മടക്കുകള് ഭഗവാന്റെ ഉദരഭാഗത്ത്, വയറിന്റെ സൈഡുകളിൽ 3 മടക്കുകൾ. അതാണ് വലിമത്ത്. പല്ലവ ഉദരം, തളിരുപോലെയുള്ള മൃദുവായിട്ടുള്ള ഉദരഭാഗം എന്ന് പറയാം. വലിയുണ്ടെങ്കിലും പല്ലവം പോലെ അല്ലെ. സാധാരണ പുരുഷന്മാർക്ക് വലിയുണ്ടെങ്കിൽ അത് മസ്കുലർ അതായിട്ടുള്ള 6 പാക്ക് എന്നൊക്കെ പറയും പോലെയുള്ള മസിൽസോട് കൂടിയതായിരിക്കും. ഇവിടെ ഭഗവാനെ സംബന്ധിച്ച് പല്ലവ ഉദരം, നല്ല മൃദുവായിട്ടുള്ള ഉദരം എന്ന് പറയാം. ബൃഹത്കടിതട ശ്രോണികരഭോരുദ്വയാന്വിതം ചാരുജാനുയുഗം ചാരുജംഗായുഗള സംയുതം. ബൃഹത്കടിതട ശ്രോണികരഭോരുദ്വയാന്വിതം
ചാരുജാനുയുഗം ചാരുജംഗായുഗള സംയുതം. ഭഗവാന്റെ കടിതട ശ്രോണി, കടിതടം എന്നൊക്കെ പറഞ്ഞാൽ അരക്കെട്ട്. അപ്പൊ ഇടുപ്പ്, അരക്കെട്ട്, ഇതിനൊക്കെയാണ് കടിതടവും ശ്രോണികളുമായിട്ട് പറഞ്ഞത്. അത് ബൃഹത്താണ്, വലിയ മൃദുവായ തടിച്ചതായിട്ടുള്ള അരക്കെട്ടും ഭഗവാന്റെ ആ ചന്തികളും എന്നൊക്കെ പറയാം, കടിതടങ്ങളും ശ്രോണികളും. അതുപോലെ കരഭോരുദ്വയാൻവിതം, കരഭ ഊരു. കരഭം എന്ന് പറഞ്ഞാല് ആനയുടെ തുമ്പിക്കൈനെയാണ് പറയുക. അപ്പൊ ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള ഊരുക്കൾ, ഭഗവാന്റെ തുടകള്, തടിച്ചുരുണ്ടതായിട്ടുള്ള തുടകള് ആ ഊരുദ്വയം കൊണ്ടും അന്വിതം ചേർന്നിരിക്കുന്നു. അതെ, സാക്ഷാൽ ശ്രീ പത്മനാഭസ്വാമിയുടെ ദർശനം തന്നെ. ബൃഹത് കടിതട ശ്രോണി കരഭോരുദ്വയാന്വിതം, തടിച്ച കടിതടങ്ങളും ശ്രോണിയും ആനയുടെ തുമ്പിക്കൈ പോലെയുള്ളതായിട്ടുള്ള രണ്ട് ഊരുക്കളോടും കൂടിയും ചാരുജാനുയുഗം, മനോഹരമായ രണ്ട് കാൽമുട്ടുകൾ അല്ലേ, ഭഗവാൻ മറ്റേ മേൽപ്പത്തൂര് നാരായണീയത്തിന്റെ അവസാന ദശകത്തിൽ കണ്ടതുപോലെയുള്ളതായിട്ടുള്ള രൂപങ്ങൾ. അപ്പൊ ഭഗവാന്റെ ആ മനോഹരമായ ജാനുയുഗം ചാരുജംഗായുഗള സംയുതം, മനോഹരമായിട്ടുള്ള ജംഗായുഗളം. ജംഗ എന്ന് പറഞ്ഞാല് മുഴങ്കാല്, കണങ്കാല് എന്നൊക്കെ പറയുന്ന മുട്ടിന് താഴെയുള്ളതായിട്ടുള്ള ഭാഗം, മന്മഥന്റെ ആവനാഴിയൊക്കെ പോലെയുള്ളതായിട്ടുള്ള രൂപത്തിൽ. അതാണ് ചാരു ജംഗായുഗള സംയുതം, ജംഗായുഗളങ്ങളോട് ചേർന്നിരിക്കുന്നതുമായിട്ടുള്ള രൂപം. തുംഗഗുൽഭാരുണ നഗവ്രാതദീദിഭിർവൃതം നവാങ്കുല്യങ്കുഷ്ടദളൈഃ വിലസത്പാദ പങ്കജം. തുംഗഗുൽഭാരുണ നഗവ്രാതദീദിഭിർവൃതം നവാങ്കുല്യങ്കുഷ്ടദളൈഃ വിലസത്പാദ പങ്കജം. ഭഗവാന്റെ ഗുൽഭങ്ങൾ, അത് തുങ്കങ്ങൾ. ഗുൽഭം എന്ന് പറഞ്ഞാല് ഞെരിയാണി എന്ന് പറയുന്ന കാലിലെ ആങ്കിളിലുള്ളതായിട്ടുള്ള ആ രണ്ട് മുഴകൾ ഉണ്ടാവും, അതിനെയാണ് ഗുൽഭം എന്ന് പറയുക. അത് തുങ്കം എന്ന് വെച്ചാൽ കുറച്ച് നല്ലോണം എഴുന്നേറ്റ് നിൽക്കുന്ന, മുഴച്ചു നിൽക്കുന്നതായിട്ടുള്ള രണ്ട് ഗുൽഭങ്ങൾ. അരുണനഖവ്രാതദീദിഭിഃ നവാങ്കുല്യങ്കുഷ്ടദളൈഃ വിലസത് പാദപങ്കജം. ഭഗവാന്റെ പാദപങ്കജം വിലസുന്നു, ശോഭിക്കുന്നു. എങ്ങനെയുള്ളതായിട്ട്? നവ അങ്കുലി അങ്കുഷ്ടദളൈഃ, നവങ്ങളായ കോമളങ്ങളായിട്ടുള്ള അങ്കുലിയും അങ്കുഷ്ടങ്ങളാകുന്ന ദളങ്ങളും. അപ്പൊ അങ്കുലി അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ 10 വിരലുകൾ, പാദവിരലുകളാണ് ആ കോമളങ്ങളായിട്ടുള്ള. അങ്കുഷ്ടം എന്ന് പറഞ്ഞാല് പെരുവിരലാണ്. അങ്കുലികൾ എന്ന് പറയുമ്പോൾ മറ്റ് 4 വിരലുകൾ. അപ്പൊ 4 4 8 അങ്കുലികളെന്നും അങ്കുഷ്ടം 2 അങ്ങനെ നവാങ്കുല്യ അങ്കുഷ്ടദളൈഹി, അതിമനോഹരമായിട്ടുള്ള ആ വിലസത് പാദ പങ്കജം. അപ്പൊ അത് എങ്ങനെയുള്ളതാണ് ഈ പാദം, ഈ നഖങ്ങൾ, ഭഗവാന്റെ അങ്കുലികളും അങ്കുഷ്ടങ്ങളും? അത് അരുണനഖവ്രാതദീദിഭിഃ, അരുണനഖവ്രാതം, അരുണനഖങ്ങൾ, ചുവന്ന നഖങ്ങളാണ്, രക്തം തുടിക്കുന്നതാണ് ഭഗവാന്റെ നഖങ്ങൾ എന്ന് പറയുക. അങ്ങനെയുള്ള നല്ല ആകൃതിയുള്ളതായിട്ടുള്ള ആ നഖങ്ങൾ, അതിന്റെ സമൂഹം വ്രാതം, അതിന്റെ ദീധി എന്ന് പറഞ്ഞാൽ കാന്തി. അപ്പൊ നഖകാന്തികൾ കൊണ്ട് കോമളമായി ശോഭിക്കുന്നതായിട്ടുള്ള 8 അങ്കുലികളും 2 അങ്കുഷ്ടങ്ങളോടും താമരദളം പോലെ 10 ദളങ്ങൾ പോലെ വിരിഞ്ഞു നിൽക്കുന്നു ഭഗവാന്റെ പാദം. അങ്ങനെ വിലസിക്കുന്ന പദപങ്കജം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ പങ്കജമാവുമ്പോ പങ്കജത്തിന്റെ ദളങ്ങളായിട്ട് വിരലുകളെ പറഞ്ഞു. അതിന് അരുണിമ കൊടുക്കുന്നത് ഭഗവാന്റെ ആ എന്താ പറയുക നഖങ്ങളും എല്ലാം അരുണകാന്തി വിലസുന്നു എന്നർത്ഥം. തുംഗഗുൽഭാരുണ നഖവ്രാതദീദിഭിർവൃതം നവാങ്കുല്യങ്കുഷ്ടദളൈഃ വിലസത് പാദപങ്കജം. സുമഹാർഹമണിവ്രാത കിരീടകടകാംഗദൈഃ കടിസൂത്ര ബ്രഹ്മസൂത്രഹാരനൂപുരകുണ്ടലൈഃ ഭ്രാജമാനം പദ്മകരം ശംഖചക്രഗദാധരം ശ്രീവത്സവക്ഷസം വ്രാജകൗസ്തുഭം വനമാലിനം. സുമഹാർഹമണിവ്രാത കിരീടകടകാംഗദൈഃ കടിസൂത്ര ബ്രഹ്മസൂത്രഹാരനൂപുരകുണ്ടലൈഃ ഭ്രാജമാനം പദ്മകരം ശംഖചക്രഗദാധരം
ശ്രീവത്സവക്ഷസം വ്രാജകൗസ്തുഭം വനമാലിനം. ഇതെല്ലാം ആ പുരുഷം മദ്രാക്ഷീത്, ആ പുരുഷനെ ദർശിച്ചു എന്ന് പറയുന്ന ആ പുരുഷനുള്ള വിശേഷണങ്ങളാണ്. അപ്പോ കീദൃശ പുരുഷ, എങ്ങനെയുള്ള പുരുഷൻ? ഇതൊക്കെ ഉള്ള പുരുഷനാണ്, ഈ വിശേഷണങ്ങളൊക്കെ ഉള്ള പുരുഷനാണ്. എന്തൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്? എന്തെല്ലാം? ബ്രാജമാനം. ബ്രാജമാനം എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നത്. എന്തൊക്കെ? സുമഹാർഹ മണിവ്രാത കിരീട കടക അംഗദൈഹി കടിസൂത്ര ബ്രഹ്മസൂത്ര ഹാര നൂപുര കുണ്ടലൈഹി ബ്രാജമാനം. ഭഗവാന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളെയാണ് ഇവിടെ ഒന്നിച്ച് പറഞ്ഞത്. സുമഹാർഹ മണി, അതിന്റെ വ്രാതം, കൂട്ടം. മണി എന്ന് പറഞ്ഞാൽ രത്നം, മഹാർഹം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്തത്, അതും സുഷ്ഠുവായത്. അപ്പോൾ ഏറ്റവും വിലമതിക്കാനാവാത്ത രത്നങ്ങളുടെ സമൂഹത്തോടുകൂടിയ കിരീടം. കിരീടത്തിൽ അനേക രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്, അതെല്ലാം പ്രകാശിക്കുന്നു. അതുപോലെ കടകങ്ങൾ, ഭഗവാന്റെ കൈവളകളാണ് കടകങ്ങൾ. അംഗതങ്ങൾ, തോൾവളകളാണ് അംഗതങ്ങൾ. കടിസൂത്രം എന്ന് പറഞ്ഞാൽ അരഞ്ഞാണാണ്, അരയിൽ കെട്ടിയിരിക്കുന്ന നൂല്. ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ യജ്ഞോപവീതം. ബ്രഹ്മസൂത്രം എന്നാൽ പൂണൂല്, യജ്ഞോപവീതം. ഹാരം എന്ന് പറഞ്ഞാൽ മാല. നൂപുരം എന്ന് പറഞ്ഞാൽ പാദസരം. കുണ്ടലം എന്ന് പറഞ്ഞാൽ കർണാഭരണം, കാതിൽ തൂക്കിയിരിക്കുന്ന കുണ്ടലം. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന കിരീടം മുതൽ പാദസരം വരെയുള്ളതായിട്ടുള്ള ആഭരണങ്ങളെയൊക്കെ എണ്ണി എണ്ണി പറഞ്ഞു. സുമഹാർഹ മണിവ്രാത കിരീട കടകാംഗദൈഹി കടിസൂത്ര ബ്രഹ്മസൂത്രഹാര നൂപുര കുണ്ടലൈഹി ബ്രാജമാനം. ഇതെല്ലാം കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള പുരുഷനെ ദർശാനർത്ഥം. പിന്നെയോ പത്മകരം, താമര പോലെയുള്ളതായിട്ടുള്ള കൈകൾ. ആ കൈകളോട് കൂടിയ പുരുഷനെ പത്മമിവ കരം, അല്ലെങ്കിൽ എന്താ പറയുക, കരം കരേ കരാണി, അനേക കരങ്ങൾ ആർക്കുണ്ടോ അവൻ പത്മകരൻ. ആ പത്മകരത്തിൽ എന്ത് ധരിച്ചിട്ടുണ്ട്? ശംഖചക്രഗദാധരം. ഈ പത്മകരങ്ങളിൽ ശംഖം, ചക്രം, ഗദ മുതലായ ഭഗവാന്റെ ലക്ഷണമായിരിക്കുന്ന ആയുധങ്ങള് ഈ പ്രപഞ്ചത്തിന്റെ ലക്ഷണങ്ങളാണ്. അവയെല്ലാം പഞ്ചഭൂതങ്ങളാണ് ഭഗവാന്റെ കൈകളിൽ, ഈ ആയുധ രൂപങ്ങളിൽ ശോഭിക്കുന്നത്. അപ്പോ ശംഖചക്രഗദാധരം ശ്രീവത്സവക്ഷസം, ഭഗവാന്റെ മാറ് വക്ഷസം, അത് ശ്രീവത്സ എന്നതായിട്ടുള്ള മറുകോടുകൂടിയത്. ബ്രാജത് കൗസ്തുഭം, ശോഭിക്കുന്നതായിട്ടുള്ള കൗസ്തുഭം എന്ന പത്മരാഗരത്നം ഭഗവാന്റെ കണ്ഠത്തിൽ പ്രകാശിക്കുന്നു. വനമാലിനം, ഭഗവാന്റെ സ്ഥിരമായിട്ടുള്ള ആ കാട്ടുപൂക്കളെ കൊണ്ട്, 5 വിധ പൂക്കളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതായിട്ടുള്ള വനമാല ധരിച്ചിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ ആ എല്ലാ വൈഷ്ണവ ലക്ഷണങ്ങളോടും കൂടി ഇപ്പൊ ഭഗവാന്റെ ആ രൂപത്തെ, ശരീരത്തെ അംഗപ്രത്യംഗം വിശദമായി കേശാദിപാദം വർണ്ണിച്ചു. ഇനി തീർന്നില്ല. ആ ഭഗവാന്റെ കൂടെ ഭഗവാനെ സേവിക്കുന്ന വൈകുണ്ഠത്തിലെ ഭഗവാന്റെ പാർഷദന്മാരും ഭഗവാന്റെ വിഭൂതികളും ശക്തികളും അവരെയൊക്കെ എണ്ണി എണ്ണി വർണ്ണിക്കുകയാണ്. അവരോട് കൂടിയ ആ പുരുഷനെ ദർശിച്ചു. അല്ലാതെ ഭഗവാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആ പ്രതാപം പോരാ, അല്ലേ? ആരും ഒരു രാജാവ് എഴുന്നള്ളുമ്പോൾ കൂടെ കുറെ ആളുകള് സേവിക്കാനായി കൊണ്ടുണ്ടാവുമ്പോഴാണ് അവരെ കൂടുതലായിട്ട് ബഹുമാനിക്കുക, അല്ലേ? നമ്മുടെ VIP-കളൊക്കെ എസ്കോർട്ടും പൈലറ്റും ഒക്കെ ആയിട്ട് കുറെ വാഹനങ്ങളും കുറെ പോലീസുകാരും കുറെ ശിങ്കിടികളും ഒക്കെ ആയിട്ട് ജയ് വിളിക്കാനും ഒക്കെ ആള് ഉണ്ടാവുമ്പോഴേ അവർക്ക് ബഹുമാനമുള്ളൂ. ഒറ്റയ്ക്ക് ചെന്ന് ആരും ബഹുമാനിക്കില്ല. അപ്പൊ അതുപോലെ നമ്മൾക്ക് ആ ഒരു ദർശനത്തിൽ ആ ഭഗവാന്റെ മഹത്വം വേണ്ട പോലെ ഉള്ളിൽ തെളിയാനായിക്കൊണ്ട് ഭഗവാനെ സേവിക്കുന്ന വൈകുണ്ഠത്തിലെ ഭഗവാന്റെ ഭൃത്യന്മാരായിരിക്കുന്ന ആ പാർഷദന്മാരെയെല്ലാം വർണ്ണിക്കുന്നു. സുനന്ദനന്ദ പ്രമുഖൈഹി പാർഷദൈഹി സനകാദിഭിഃ സുരേശൈർബ്രഹ്മരുദ്രാദ്യൈഃ നവഭിശ്ച ദ്വിജോത്തമൈഃ പ്രഹ്ലാദ നാരദ വസു പ്രമുഖൈർഭാഗവതോത്തമൈഃ സ്തൂയമാനം പൃഥഗ്ഭാവൈഃ വചോഭിർ അമലാത്മഭിഃ സുനന്ദനന്ദ പ്രമുഖൈഃ പാർഷദൈഃ സനകാദിഭിഃ സുരേശൈർബ്രഹ്മരുദ്രാദ്യൈർനവഭിശ്ച ദ്വിജോത്തമൈഃ
പ്രഹ്ലാദ നാരദ വസുപ്രമുഖൈർ ഭാഗവതോത്തമൈഃ സ്തൂയമാനം പൃഥഗ്ഭാവൈഃ വചോഭിർ അമലാത്മഭിഃ. അപ്പോ ആരാലെല്ലാം ഭഗവാൻ സ്തുതിക്കപ്പെടുന്നു, സ്തൂയമാനം എന്നാണ് ഇവിടെ വിശേഷണം. ആ സ്തൂയമാനം പുരുഷം അദ്രാക്ഷീത്, സ്തുതിക്കപ്പെടുന്ന പുരുഷനെ ദർശിച്ചു. അപ്പോ ആരാലെല്ലാം സ്തുതിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അമലാത്മഭിഹി സുനന്ദനന്ദ പ്രമുഖൈഹി പാർഷദൈഹി. അമലാത്മാക്കളാണ്, നിർമ്മല ഹൃദയന്മാരാണ്, പരിശുദ്ധാത്മാക്കളാണ് ആര്? സുനന്ദൻ, നന്ദൻ മുതലായവർ. ഭഗവാന്റെ പ്രമുഖരായിട്ടുള്ള 12 പാർഷദന്മാരുണ്ട്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവരുടെ പേരാണ് സുനന്ദനും നന്ദനും. അപ്പൊ അങ്ങനെയുള്ള സുനന്ദൻ, നന്ദൻ മുതലായിട്ടുള്ള ഭഗവാന്റെ പാർഷദന്മാര് അവര് പ്രധാനമായിട്ട് 8 ദിക്കില് 8 പേരും മറ്റ് ഭാഗങ്ങളിലായിട്ട് 4 പേരും ഒക്കെ ആയിട്ടാണ് ഈ പാർഷദന്മാർ നിൽക്കുക. അപ്പൊ അങ്ങനെയുള്ള സുനന്ദനന്ദ പ്രമുഖൈഹി പാർഷദൈഹി ഭൃത്യന്മാരാലും സനകാദിഭിഹി. സനകാദികൾ 4 പേര് വൈകുണ്ഠത്തില് എപ്പോഴും സാന്നിധ്യം അരുളുന്നു. അവർക്ക് എന്നും എപ്പോഴും വൈകുണ്ഠത്തിൽ കയറി ചെല്ലാവുന്നവരാണ്. അപ്പോ സനകാദികൾ, സനത്കുമാരാദികൾ 4 പേര് അവിടെ ഉണ്ട്. അവര് സ്തുതിക്കുന്നുണ്ട്. ബ്രഹ്മരുദ്രാദ്യൈഹി സുരേശൈഹി. ബ്രഹ്മൻ, രുദ്രൻ, ആദ്യൈഹി മുതലായ സുരേശൈഹി ദേവേശൈഹി. അപ്പോ ബ്രഹ്മാവ്, സൃഷ്ടികർത്താവായ ബ്രഹ്മാവ്, സംഹാരകർത്താവായ രുദ്രൻ, ആദി ശബ്ദം കൊണ്ട് ഇന്ദ്രൻ, വായു, അഗ്നി, വരുണൻ, യമൻ മുതലായിട്ടുള്ള സുരേശന്മാര്. സുരന്മാരുടെ ഈശന്മാര്, നായകന്മാര്. അപ്പൊ എല്ലാ പ്രമുഖ ദേവന്മാരാലും എന്നർത്ഥം. ബ്രഹ്മരുദ്രാദ്യൈഹി സുരേശൈഹി. അപ്പൊ ഭഗവാനെ ഓരോരുത്തരും പ്രത്യേകമായിട്ട് സ്തുതിക്കുന്നുണ്ട്. അല്ലയോ സ്വാമിൻ, ഞങ്ങളുടെ നേരെ പ്രസാദിച്ചാലും, അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപ പ്രസീദ എന്നും, ഹേ മഹേശ്വര പ്രസീദ, ഹേ പ്രജാപതേ പരംപുരുഷ പ്രസീദ, ഭക്തവത്സല പ്രസീദ എന്നൊക്കെ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ഭഗവാന്റെ നേരെ സ്തുതിച്ചുകൊണ്ട് പ്രസാദിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ സ്തുതിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സുരേശൈഹി നവഭിഹി ദ്വിജോത്തമൈഹി. നവഭിഹി ദ്വിജോത്തമൈ എന്ന് പറഞ്ഞാല് പ്രജാപതിമാര് 10 പേരാണ് ആദ്യത്തെ പ്രജാപതിമാര്, ബ്രഹ്മപുത്രന്മാർ. അതിൽ നാരദനെ വേറെ പറയുന്നത് കൊണ്ട് മറ്റ് അത്രി, വസിഷ്ഠൻ, ക്രതു, പുലഹൻ, പുലസ്ത്യൻ മുതലായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 9 പ്രജാപതിമാര്. അപ്പൊ അങ്ങനെയുള്ള പ്രജാപതിമാരാലും നവഭിഹി ദ്വിജോത്തമൈഹി ഭാഗവതോത്തമൈഹി പ്രഹ്ലാദ നാരദ വസു പ്രമുഖൈഹി. പ്രഹ്ലാദൻ, നാരദൻ, വസു മുതലായിട്ടുള്ള ഭാഗവതോത്തമന്മാരാലും ഭക്തോത്തമന്മാരാലും ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരാണ് പ്രഹ്ലാദനും നാരദനും വസു മുതലായവരുമെല്ലാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളാലും ഓരോരുത്തരും വേറെ പൃഥഗ്ഭാവൈഹി വചോഭിഹി സ്തൂയമ. പൃഥഗ്ഭാവൈഹി വേറെ ഭാവങ്ങളോടുകൂടി. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നിലയ്ക്ക് അനുസരിച്ചാണ് അവരുടെ ഭാവം. അപ്പൊ അവര് ഭഗവാനെ സ്തുതിക്കുന്നതും അവരുടെ ഇന്ന കാര്യങ്ങളെ രക്ഷിച്ചാലും അനുഗ്രഹിച്ചാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൃഥഗ്ഭാവൈഹി വചോഭിഹി സ്തൂയമാനം, വിവിധങ്ങളായ ഭാവങ്ങളോടുകൂടിയ വാക്കുകളെ കൊണ്ട് സ്തുതിക്കപ്പെടുന്ന ആ പുരുഷനെ അക്രൂരൻ ദർശിച്ചു എന്നതാണ് ഇവിടുത്തെ വിഷയം. അത് തീർന്നില്ല വർണ്ണന. ശ്രിയാ പുഷ്ട്യാ ഗിരാ കാന്ത്യാ കീർത്യാ തുഷ്ട്യേളയോർജയ വിദ്യയാ ശക്ത്യാ മായയാ ച നിഷേവിതം. ശ്രിയാ പുഷ്ട്യാ ഗിരാ കാന്ത്യാ കീർത്യാ തുഷ്ട്യാ ഇളയാ ഊർജയാ വിദ്യയാ അവിദ്യയാ ശക്ത്യാ മായയാ ച നിഷേവിതം. ഭഗവാനെ സേവിക്കുന്ന 12 ശക്തികൾ എന്നവരെ പറയും. 12 ശക്തികള് വൈകുണ്ഠത്തിൽ ഭഗവാനെ സേവിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ശക്തികൾ ഏതൊക്കെ ശക്തികളാണ്? അവരുടെ പേരുകളാണ്. ശ്രീ എന്ന ശക്തി, ശ്രീയാ, ശ്രീയാൽ, ശ്രീ എന്ന ശക്തിയാലും, പുഷ്ടിയാ, പുഷ്ടി എന്ന ശക്തിയാലും, ഗിരാ വാഗ്ദേവതയാലും, സരസ്വതിയാലും എന്നൊക്കെ പറയാം. ഗിര എന്ന് പറഞ്ഞ വാക്കിനാൽ. കാന്ത്യ, കാന്തി എന്നാൽ സൗന്ദര്യം, ആകർഷണീയത. ആ ശക്തിയുണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട്.
തുഷ്ട്യാ, തുഷ്ടി സന്തോഷം, സന്തോഷത്തിന്റെ ദേവത ശക്തി രൂപത്തില്. ഇളയാ, ഇള എന്നാൽ ഭൂമിയാണ്. അതുപോലെ വിദ്യയാ, വിദ്യാ ദേവതയാലും, അവിദ്യയാ, അവിദ്യാസ്വരൂപിണിയായ ദേവിയാലും, ശക്തിയാ, ശക്തിയാലും, മായയാ, മായയാലും, ഇങ്ങനെ വിവിധങ്ങളായ ദേവതകളാൽ അഥവാ ശക്തികളാൽ വൈകുണ്ഠത്തിൽ നിത്യ സേവിക്കുന്നവരാണ് ഇവര്. അങ്ങനെ നിഷേവിതം, സേവിക്കപ്പെടുന്നവനായ പുരുഷനെ അക്രൂരൻ ദർശിച്ചു. ഇവിടെ നിഷേവിതം എന്നുള്ളതാണ് ഭഗവാന്റെ വിശേഷണം. ആരെല്ലാമാണ് ഭഗവാനെ സേവിക്കുന്നത് എന്നുള്ളതാണ് ലിസ്റ്റ് ഇട്ട് പറയുന്നത്. ശ്രിയാ പുഷ്ട്യാ ഗിരാകാന്ത്യ കീർത്തിയാ തുഷ്ട്യേളയോർജയ വിദ്യയാ വിദ്യയാ ശക്തിയാ മായയാ ച നിഷേവിതം. ഇപ്പൊ പലതരത്തിലുള്ള ശക്തി ദേവതകൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. വിലോക്യ സുഭൃശം പ്രീതോ ഭക്ത്യാ പരമയായുതഃ ഹൃഷ്യത്തനൂരുഹോ ഭാവപരിക്ലിന്നാത്മലോചനഃ. വിലോക്യ സുഭൃശം പ്രീതോ ഭക്ത്യാ പരമയായുതഃ ഹൃഷ്യത്തനൂരുഹോ ഭാവപരിക്ലിന്നാത്മലോചനഃ. അങ്ങനെയുള്ള പുരുഷം വിലോക്യ, കണ്ടിട്ട്, സുഭൃശം പ്രീത, സുഭൃശം, ഭൃശം എന്ന് പറഞ്ഞാൽ തന്നെ അത്യന്തം, സുഭൃശം സുഷ്ടുഭൃശം നല്ലതുപോലെ അത്യന്തം ധന്യധന്യനായിട്ട്, പ്രീത പ്രീതിയോടെ, പ്രേമത്തോടെ, സന്തുഷ്ടിയോടെ, ഭക്തിയാ പരമയായുത, പരമയാ ഭക്തിയായുത, ആ പരമമായ ഭക്തി പാരവശ്യത്തോടു കൂടിയിട്ട്, ഹൃഷ്യത്തനൂരുഹ, തനൂരുഹം രോമം, ദേഹത്തിലെ രോമമാണ് തനൂരുഹം, തനുവിൽ രോഹണം ചെയ്തത്. അത് ഹൃഷ്യത, ഹർഷം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പൊ രോമാഞ്ചിത കളേബരനായിട്ട് എന്നർത്ഥം. ആരെ? അക്രൂരൻ. അക്രൂരന്റെ ശരീരത്തിൽ മുഴുവൻ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹൃഷ്യത്തനൂരുഹ ഭാവപരിക്ലിന്നാത്മലോചന. ഭാവപരിക്ലിന്നം എന്ന് പറഞ്ഞാൽ ഭക്തിഭാവം കൊണ്ട് പരിക്ലിന്നം, ആർദ്രം, നല്ലതുപോലെ ക്ലിന്നമായത് എന്ന് പറഞ്ഞാൽ ക്ലേദനം സംഭവിച്ചത്. ക്ലേദനം എന്ന് പറഞ്ഞാൽ നനയ്ക്കുക, ആർദ്രമാക്കുക എന്നൊക്കെയാണ്. പരിക്ലിന്നം നല്ലപോലെ ആർദ്രമായ ചേതസ്, ചിത്തം, മനസ്സലിഞ്ഞിട്ടുണ്ട്, ആർദ്രമായിട്ടുണ്ട് ഭക്തി കൊണ്ട്. അതുപോലെ ലോചനവും. അത് അപ്പൊ മനസ്സലിഞ്ഞാൽ എവിടെ കാണാം? ഓവർഫ്ലോ ചെയ്യും. ഏത് വഴിക്ക്? നമ്മുടെ വാട്ടർ ടാങ്കൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് മുകളിൽ കൂടെ ഒഴുകും പോലെ ഹൃദയം നിറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലൂടെയാണ് ഓവർഫ്ലോ ചെയ്യുക, അല്ലേ? അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ, അദ്ദേഹത്തിന്റെ ആ ഉള്ളിലുള്ളതായിട്ടുള്ള ആനന്ദ നിറവ് അശ്രുരൂപത്തില് ഉത്സവമായി വഴിഞ്ഞൊഴുകുന്നു. ഭാവപരിക്ലിന്ന ആത്മലോചന, ഭക്തിഭാവം കൊണ്ട് ആർദ്രമായ ആത്മാ അഥവാ ഹൃദയവും മനസ്സും ലോചനത്തോടും കൂടിയവനായിട്ട് എന്ത് ചെയ്തു? ഭഗവാനെ ദർശിക്കുകയാണ്, ഭഗവാനെ കാണുകയാണ്. അപ്പോ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭഗവാന്റെ കേശാദിപാദ സൂക്ഷ്മതലത്തിലുള്ളതായിട്ടുള്ള വർണ്ണനകൾ, ഭഗവാന്റെ അംഗപ്രത്യംഗങ്ങളൊക്കെ ചെയ്തു. എന്തിനാ? കേൾക്കുന്നവർക്കൊക്കെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ, ഉപാസിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാനെ ഈ രൂപത്തിൽ കണ്ടുകൊണ്ട് നിരന്തരം ഹൃദയത്തിൽ ഉപാസിക്കാൻ, സഗുണോപാസനയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മൂർത്തിയായിട്ടാണ് ഭഗവാനെ ഇവിടെ വർണ്ണിച്ചത്. അപ്പൊ ഇങ്ങനെ ആ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആർദ്ര ഹൃദയത്തോടുകൂടി ഗദ്ഗത കണ്ഠനായിക്കൊണ്ട് അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം, ഈ അധ്യായം അവസാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്തുതി അടുത്ത അധ്യായത്തിലാണ്, ഗംഭീര സ്തുതി. ഗിരാഗദ്ഗതയാസ്തൗഷീത് സത്വമാലംബ്യ സാത്വതഃ പ്രണമ്യ മൂർധ്നാവഹിതഃ കൃതാഞ്ജലിപുടശനൈഃ. ഗിരാഗദ്ഗതയാസ്തൗഷീത് സത്വമാലംബ്യ സാത്വതഃ പ്രണമ്യ മൂർധ്നാവഹിതഃ കൃതാഞ്ജലിപുടശനൈഃ. അതാ സാത്വതഃ എന്ന് പറഞ്ഞു. സാത്വത വംശത്തിൽ ജനിച്ചവനെന്നും ഭക്തൻ എന്നും അർത്ഥം സാത്വത ശബ്ദത്തിന്. അപ്പൊ നല്ല ഉത്തമ ഭക്തനുമാണ് ആ യാദവ വംശത്തിലെ അവാന്തര വംശമായിട്ടുള്ള സാത്വത വംശത്തിൽ ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിലും ഭക്തനായ അക്രൂരൻ സത്വം ആലംബ്യ, സത്വമാലംബ്യ എന്ന് പറഞ്ഞാല് മനസ്സിനെ ഒന്ന് ധൈര്യം ഉറപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ആകെ പരവശതയാണ്, പരിഭ്രമമാണ്, ഹൃദയം ആർദ്രമാണ്,
കണ്ടം ഗദ്ഗതമാണ്, കണ്ണ് നിറഞ്ഞൊഴുകണം, ഒന്നും കാണാൻ വയ്യാത്ത മാതിരിയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു പാരവശ്യത്തിൽ സ്തുതിക്കാൻ ശരിയാവില്ല. അപ്പൊ എന്ത് വേണം? കുറച്ചു നേരം കഴിയും, കുറച്ച് സമയമെടുത്ത് അദ്ദേഹം മനസ്സിനെ ഒന്ന് ധൈര്യം അവലംബിച്ചു, ഒന്ന് സ്ട്രോങ് ആക്കി ഭഗവാനെ സ്തുതിക്കണം. അപ്പൊ അതാണ് സത്വം ആലംബ്യ, ധൈര്യത്തെ അവലംബിച്ച് അവഹിത, അവഹിത വളരെ ശ്രദ്ധയോടുകൂടെ, അവധാനതയോടുകൂടെ, ജാഗ്രതയോടുകൂടെ എന്നർത്ഥം. അവഹിത കൃതാഞ്ജലിപുട, അഞ്ജലിപുടം കൃതമാക്കിയിട്ട് കൈകൾ അഞ്ജലിയായി കൂപ്പിക്കൊണ്ട്, ശിരസിൽ കൂപ്പിക്കൊണ്ട്, മൂർധന പ്രണമ്യ, ശിരസ്സുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട്, ആ നിൽക്കുന്ന വെള്ളത്തിൽ തന്നെ വീണ് നമസ്കരിച്ച് കാണും. അങ്ങനെ മൂർധന പ്രണമ്യ, ശിരസ്സുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ച്, ഗദ്ഗദയാ ഗിരാ, ഗദ്ഗതമായ വാക്കുകളോടുകൂടി, ഇടറുന്ന കണ്ടത്തോടുകൂടി, വാക്കുകളൊന്നും ഒഴുകി വരുന്നില്ല, തടഞ്ഞു നിൽക്കുകയാണ് ആ ഭക്തി പാരവശ്യം കൊണ്ട്. ഏതെല്ലാമോ ഭാവം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്നുണ്ട്, എന്നാലും അതിനെ എങ്ങനെയെങ്കിലും നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം സ്തുതിക്കാൻ ശ്രമിക്കുകയാണ്. ഗദ്ഗദയാ ഗിരാ ശനൈഹി അസ്തൗഷീദ്, ശനൈഹി പതുക്കെ പതുക്കെ, അസ്തൗഷി സ്തുതി ചെയ്തു, ഭഗവാനെ സ്തുതിച്ചു. അപ്പൊ ഇങ്ങനെ അക്രൂരൻ ദർശിച്ച ആ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ആ എന്താ പറയുക, വൈകുണ്ഠ ദർശനം, ഭഗവാന്റെ അംഗപ്രത്യംഗം കേശാദിപാദം വിസ്തരിച്ചിട്ടുള്ളതായിട്ടുള്ള വർണ്ണന, ഭഗവാനെ മാത്രമല്ല ഭഗവാന്റെ വൈകുണ്ഠത്തിൽ ഭഗവാനെ സേവിക്കുന്ന ശക്തികള് അല്ലെങ്കിൽ പാർഷദന്മാര്, അതുപോലെ ഋഷീശ്വരന്മാര്, ദേവന്മാര്, ബ്രഹ്മാവ്, മഹാദേവൻ അടക്കമുള്ള എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവനായി, സേവിക്കപ്പെടുന്നവനായി, എല്ലാ വൈഭവത്തോടുകൂടെയും ഭഗവാൻ ദർശനം കൊടുത്തിരിക്കുകയാണ്. ആർക്ക്? അക്രൂരന്. എന്തിനായിരിക്കാം? ഒന്ന്, അക്രൂരന്റെ ഉള്ളില് ചെറിയൊരു കുറ്റബോധവും ഭയവും ഉണ്ട്. ഭഗവാനെ കൊല്ലാൻ കൊണ്ടുപോവുകയാണല്ലോ എന്നുള്ള കുറ്റബോധം, അതിന് താൻ നിമിത്തമായല്ലോ, തന്നെയാണല്ലോ കംസൻ ഈ ഒരു കാര്യത്തിന് നിയോഗിച്ചത് എന്നുള്ള ആ ഒരു കുറ്റബോധം ഭഗവാനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കൊല്ലാൻ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അതാരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് കൂടെ പോയിരിക്കുന്നത്. കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, അങ്ങ് പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അക്രൂരന്റെ ഉള്ളില് അതൊന്ന് ഉറക്കണ്ടേ അല്ലേ? മുമ്പേ പറഞ്ഞ പോലെ അതൊരു പരോക്ഷ ജ്ഞാനമായിട്ടിരിക്കുകയാണ്, അതൊരു പ്രത്യക്ഷ ജ്ഞാനമായി ഇവിടെ ഭഗവാൻ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. ഉള്ളില് അക്രൂരന് ധൈര്യം ഉണ്ടാക്കി കൊടുക്കാൻ, കുറ്റബോധം മാറ്റിക്കൊടുക്കാൻ. ഇത് ആരെയാ താൻ കൂട്ടിയിട്ട് പോകുന്നത്? വെറും ഗോപാലബാലന്മാരല്ല, വസുദേവരുടെയും ദേവകിയുടെയും പുത്രനല്ല, അല്ലെങ്കിൽ യശോദയുടെയും നന്ദന്റെയും പുത്രനല്ല, ഗോപികമാരുടെ കൂട്ടുകാരനല്ല, കംസന്റെ മരുമകനല്ല. പിന്നെ ആരെയാ കൂട്ടിയിട്ട് പോകുന്നത്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, സാക്ഷാൽ സർവൈശ്വര്യ പരിപൂർണനായ ആ ഭഗവാനെയാണ്, സർവശക്തനായ ഭഗവാനെയാണ് താൻ കൂട്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ആ ഭഗവാന്റെ കാര്യം നോക്കാൻ ഭഗവാന് അറിയാം. താൻ അതിൽ പരിഭവിക്കേണ്ട കാര്യമില്ല, തനിക്കതിൽ പേടി വേണ്ടതില്ല, കുറ്റബോധം വേണ്ടതില്ല, ഒരു ഇതുമില്ലാതെ ഇനി ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമായി നിന്നുകൊടുക്കുക, അത്രേ വേണ്ടൂ. ഇനിയിപ്പോ താനൊന്നും ചെയ്യുന്നില്ല, താനല്ല ചെയ്യുന്നത്, ഭഗവാൻ ചെയ്യുന്നു, താൻ അതിനൊരു നിമിത്തമാത്രം. അപ്പൊ അക്രൂരൻ ഇനി ഒരു നിമിത്തമാത്രമാവേ വേണ്ടൂ. അദ്ദേഹത്തിന് എല്ലാ ഭാരവും പോയി, എല്ലാ ഭാരവും ഇറക്കി വെച്ചു അദ്ദേഹം. അതാണ് ഇവിടുത്തെ അദ്ദേഹം ദർശിച്ചതായിട്ടുള്ള ഭാവം. ഇനിയുള്ള അദ്ദേഹത്തിന്റെ സ്തുതി, അതിഗംഭീര സ്തുതി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെയും മറ്റന്നാളും ക്ലാസ് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് വേഗം തീർത്തത്. ഈ ഭാഗം, ഈ അധ്യായം തീർത്തിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. നാളെയും മറ്റന്നാളും കണ്ണൂർ യാത്രയാണ്. കണ്ണൂർ വടേശ്വരത്ത് ഒരു പ്രോഗ്രാമുണ്ട്. മറ്റന്നാളാണ് പ്രോഗ്രാം, പക്ഷെ നാളെ പകല് തന്നെ പോകും. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ക്ലാസ് കാണാം. എനിക്ക് വിട്ടിട്ട് പോകാൻ മനസ്സൊന്നുമില്ല, പക്ഷേ നമുക്ക് അപ്പോൾ വരുന്ന കാര്യങ്ങൾ നടത്തേണ്ടതുണ്ടല്ലോ. ഓം ഓം ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം
ദശമസ്കന്ധേ പൂർവാർദ്ധേ അക്രൂരപ്രതിയാനം നാമ ഏകോനചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. അപ്പോൾ ഇനി 3-ാം തീയതിയെ ക്ലാസ് ഉണ്ട്. അറിയോ? എല്ലാവരും കേട്ടത് തന്നെ കേട്ടോണ്ടിരിക്കുക. നല്ല തെളിമയുണ്ടാവട്ടെ. ഓ അറിയോ? എല്ലാവർക്കും ശുഭദിനം. ഹരി ഓം.